ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. നമ്മളിത് പാർട്ട് 2 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അൺകാർഡ് ചെയ്യാനായിട്ടുള്ളത് മോഡൽ എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റണ്ടർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് കാണുന്നത്. നമുക്കിതൊന്ന് അൺകാർഡ് ചെയ്യാം. ഇത് ഞാൻ MRP പ്രൈസിന് തന്നെയാണ് പർച്ചേസ് ചെയ്തിരുന്നത്. ഈ ഒരു മോഡലിനെ പറ്റി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? 2025 കാസ്റ്റിംഗിൽ വരുന്ന ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു സീരീസിലാണ് അവർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് 2025 LKC വന്നൊരു മോഡലാണിത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇയർ 2026 AKC ഇതിന്റെ ഒരു ഗോൾഡൻ കളറാണ് നമുക്ക് വരുന്നത്. 2026 AKC ഇത് സൂപ്പർ ട്രഷർ ഹണ്ട് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ AKC വരുന്ന ട്രഷർ ഹണ്ട്. ഇതിപ്പോ മാർക്കറ്റിൽ പലരുടെയും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന പുതിയ കേസുകളിലൊക്കെ ഇതിനി ഒരു മെയിൻ ലൈൻ ആയിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. ഈ ഒരു കാസ്റ്റിംഗിൽ തന്നെ നമുക്ക് വേറൊരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കാർ. അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കാർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലായിട്ട് ഒരു സാമ്യം ഉണ്ടെന്ന് മനസ്സിലാവും. ഈ കാണുന്നത് നമുക്ക് പഴയകാല ഒരു ഡിഫൻഡർ വാഹനത്തിന്റെ ഒരു സാദൃശ്യമുണ്ട്. ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഈ കാണുന്നത് നമുക്ക് പഴയകാല ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ ഒരു ഷേപ്പിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു വാഹനത്തെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിന് ഡ്രിഫ്റ്റണ്ടർ എന്ന് പേര് വരാനും കാരണം. പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് ഡിഫൻഡർ ആയിട്ട് തെറ്റിദ്ധരിക്കും. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്കെച്ച് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പോലീസ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. ഫുൾ മെറ്റൽ ബോഡിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ അത്യാവശ്യം ഡിസൈനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല. വീലിലുള്ള അലോയ്സിന്റെ കളറൊക്കെ അത്യാവശ്യം നല്ല ക്യാച്ചി ആയിട്ടുള്ള ഒരു കളറാണ്. നല്ലൊരു ബ്ലൂ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്കിത് ഡോർ ഓപ്പണബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പുറകിലും ഈ പറഞ്ഞ ടൈലൈറ്റിന്റെ ഒന്നും ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന സസ്പെൻഷൻ അത്യാവശ്യം നല്ലൊരു റിയലിസ്റ്റിക് ലുക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഷോക്ക് അബ്സറിന്റെ ഒക്കെ ഡീറ്റെയിലിംഗ് നല്ല വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാം. എനിക്ക് തോന്നുന്നത് സസ്പെൻഷന്റെ ഒക്കെ ഡീറ്റെയിൽ കാണാൻ വേണ്ടിയായിരിക്കും അവർ ചിലപ്പോൾ ഓപ്പൺ ഡോർ കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ ഇതിന്റെ ലുക്ക് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു പോലീസ് വെഹിക്കിൾ ആയിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോലീസ് എന്നുള്ള ബാഡ്ജിങ് അതിൽ എഞ്ചിന്റെ ഒരു പോർഷൻ എടുത്ത് നിൽക്കുന്നത് കാണാം. നമുക്കിതിൽ DE25 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് കാണാം. ടോപ്പിലാണെങ്കിൽ CC എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡ്രിഫ്റ്റണ്ടർ എന്ന് പറഞ്ഞ മോഡലിന്റെ ബാഡ്ജിങ് കാണാം. കൂടാതെ HW എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് കാണാം. അതുപോലെ തന്നെ ഹോട്ട് വീൽസിന്റെ ലോഗോ, പിന്നെ ഇതിനകത്തൊരു കോട്ടും കൂടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടു പ്രൊട്ടക്ട് ആൻഡ് ടു സെർവ് എന്ന് പറഞ്ഞൊരു മെൻഷനും കൂടെ ചെയ്തിട്ടുണ്ട്. ചേസിന്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. സെയിം മെറ്റീരിയൽ തന്നെ, പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡ്രിഫ്റ്റണ്ടർ എന്ന് പറഞ്ഞ മോഡൽ ഹോട്ട് വീൽസ് ബാഡ്ജിങ് 2025 മെറ്റൽ മെയ്ഡ് ഇൻ മലേഷ്യ. ഈ ചേസിന് ഓൾറെഡി ഒരു വൈറ്റ് കളറിന് വരെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിരുന്നത് കുറച്ചും കൂടെ ഒരു ഭംഗിയായിരുന്നു. പിന്നെ ഗൈസിൻ്റെ എടുത്ത് പറയേണ്ടതാണ് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻസ് ഒരു രക്ഷയില്ല, കിടിലം ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഗ്ലാസ് ടിൻറ്റഡ് വരുന്നിരിക്കുന്ന ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. ഇന്റീരിയർ പോർഷൻസ് ഒക്കെ നല്ല റിയലിസ്റ്റിക് ആണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും 2 സീറ്റ്സ് ഒക്കെയാണ്, നല്ല ലുക്ക് ഉണ്ട്. പിന്നെ ഇതിന്റെ ബോണറ്റിന്റെ ഫ്രണ്ടിൽ വരുന്ന 2 ബ്ലാക്ക് വെൻസ് ഒക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് വീലാർച്ച് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബൾക്കി ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ തോന്നും. അതുപോലെ തന്നെ ഗൈസ് ഇതിന്റെ ബാക്കിൽ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലർ ആണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.